ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ജസ് വേൾഡിലേക്ക് സ്വാഗതം. എൻ്റെ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ തുടങ്ങിയാണ്. ഞാൻ ചോറിന് വെള്ളം അടുപ്പത്ത് വെച്ച് കൊടുക്കുകയാണ്. നമ്മുടെ ചോറ് ഇട്ടാൻ വെച്ച വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പം അരി ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇത് ഇറക്കി റൈസ് കുക്കറിനകത്ത് വെച്ച് കൊടുക്കാം. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ഒരു വെറൈറ്റി സ്റ്റൂ. അപ്പം നമുക്ക് അതിനു വേണ്ടി ഒരു വലിയ ഒരു മുറി തേങ്ങ ഞാൻ തിരുമ്മി എടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സിയുടെ ജാറിലാണ് ഞാൻ ഇട്ട് വെച്ചിരിക്കുന്നത്. ഒന്ന് അടിച്ചെടുക്കാം. ഇതിൻ്റെ തേങ്ങാപ്പാൽ വേണം, അതൊന്ന് അടിച്ചെടുത്തു. കാപ്പിക്ക് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ വെള്ളയപ്പമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് എടുത്തിരിക്കുന്നത് ചിക്കൻ സ്റ്റൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 3 സവാള കനം കുറച്ച് നീളത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 2 തൊണ്ടന എടുത്തിട്ട്, പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 2 ഗ്രാമ്പു, ഒരു 2 കഷ്ണം പട്ട, 2 ഏലക്കായ്, 2 മീഡിയം ഉരുളക്കിഴങ്ങ് ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ചിക്കനും കൂടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് തയ്യാറാക്കി നോക്കാം. ഞാൻ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു പാത്രം തയ്യാറാക്കാനുള്ള ഒരു പാത്രം വെച്ച് കൊടുക്കാം. പാത്രം നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക്, ഇതിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ബാക്കി ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. സവാളയൊക്കെ നല്ല വാടി നല്ല ഒരു പാകത്തിനായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ മല്ലിപ്പൊടി മതി. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് ഇട്ട് കൊടുത്തു. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റാണ് ഇട്ട് കൊടുക്കണം. ഇതിൽ ഞാൻ മുളക് പൊടി ഒട്ടും തന്നെ ചേർക്കുന്നില്ല. ഇതിലേക്ക് ഒരു 500 ഗ്രാം ചിക്കനാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 2 ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ നമ്മൾ എടുക്കും. ഇതിലേക്ക് ഞാൻ പിഴിഞ്ഞതിൻ്റെ തേങ്ങാപ്പാൽ 2ാം പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കണം. ആദ്യത്തെ പാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ഒരു കാര്യം കൂടെ ചെയ്യട്ടെ. അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു 3 കഷ്ണം പട്ട, ഏലക്ക, 2 ഗ്രാമ്പു എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. അതിൽ ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. രാവിലത്തെ ചിക്കൻ പാല് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ നല്ലപോലെ തിളച്ച് റെഡി ആയിട്ടുണ്ട്. ഇത് കറിയായിട്ട് തന്നെയാണ് എടുക്കുന്നത്, അപ്പത്തിനായതുകൊണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ തലപ്പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ആ പാൽ ഒഴിച്ചു കൊടുക്കും. അല്പം ഒന്ന് തിളച്ചാൽ മതി, ഒരുപാട് തിളയ്ക്കണ്ട. അപ്പോൾ രാവിലത്തെ കാപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പവും ചിക്കൻ സ്റ്റൂവും ചമ്മന്തിയും കട്ടൻ കാപ്പിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഉച്ചത്തെ ചോറിൻ്റെ കറികളാണ് ഇനി തയ്യാറാക്കുന്നത്. അതിലേക്ക് വെണ്ടയ്ക്ക ഒന്ന് മെഴുക്ക് വരട്ടിയെടുക്കാം. അതിലേക്ക് ഒരു കടായി എടുത്തു. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇനി ഇതിൽ കടുക് ഇടില്ല. ഞാൻ മെഴുക്ക് വരട്ടുന്നതിന് ഒന്നിനും കടുക് ഇടാറില്ല. അപ്പോൾ വെണ്ടയ്ക്ക ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് അടച്ചു വെച്ചു. ആദ്യം തന്നെ ഈ കുക്കറിൽ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്, റൈസ് കുക്കറിൽ. അപ്പോൾ ചോറ് നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. റെഡിയായിരിക്കുകയാണ് ഏകദേശം. നമുക്ക് അടുപ്പത്തേക്ക് ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഊറ്റിയെടുക്കാം. അപ്പം ചോറൊന്ന് വെള്ളം തോർത്തി എടുക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഉള്ളിയും മുളകും കൂടെ, അത് മുളകെല്ലാം മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് അല്പം വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മോരിൻ്റെ അരപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. മോര് ഒരു ചൂടാകാനായിട്ടുണ്ട്. അല്പം ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. ചോറിനുള്ള ചിക്കൻ അടുപ്പിൽ വയ്ക്കാം. അതിലേക്ക് ഞാനൊരു പാത്രം
ഒരു ഉരുളി വെച്ച് കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായിട്ടിട്ട് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 750 ഗ്രാം ചിക്കനുണ്ട്. അതിലേക്ക് ഞാൻ 5 സവാള അരിഞ്ഞാണ് ഇട്ടത്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാള നല്ലതായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മസാല കൂട്ടുകൾ ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്ത് 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാൻ. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ മസാലയെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ചെറിയ തീ വെച്ച് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ച് ചെറിയ തീ വയ്ക്കുമ്പോൾ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നോളും. അടച്ചു വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ ചിക്കൻ ഒന്ന് തുറന്ന് നോക്കുകയാണ്. വെള്ളമെല്ലാം വന്നിട്ടുണ്ട്. ഇതിൽ വെള്ളം പ്രത്യേകിച്ച് ഒഴിക്കേണ്ട. നമ്മൾ ചെറിയ തീ ഇതേപോലെ അടച്ചു വെച്ച് ചെറിയ തീ ഇട്ട് കൊടുത്താൽ വെള്ളം ഇതിൽ നിന്ന് തന്നെ ഇറങ്ങിക്കോളും. അപ്പോൾ ആവശ്യത്തിന് വെള്ളം എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ദിവസം ഇതൊക്കെയാണ്. ഇന്നത്തെ ഭക്ഷണം ചിക്കൻ കറി, വെണ്ടയ്ക്ക മെഴുക്ക്, മോര് കാച്ചിയത്. ഇതാണ് ഇന്നത്തെ കറി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.